ഹായ്, ഞാൻ ലക്ഷ്മി കൃഷ്ണൻ, ഒരു സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. ഇത് 2025 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ 25 കയറുമ്പോൾ കുറച്ച് സ്കിൻ കെയർ ടിപ്സ് തൊട്ട് തുടങ്ങിയാലോ. നമുക്ക് 2025 ക്ലിയർ സ്കിൻ കിട്ടാവുന്ന പറ്റുന്ന കുറച്ച് 10 ടിപ്സുകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അനുവിനെ ഞാൻ ഏറ്റവും കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റി ഒന്ന് അറിയിക്കുക. അപ്പൊ നമുക്ക് ഇതിലോട്ട് കിടക്കാം. ടിപ്പ് നമ്പർ 1, നിങ്ങളുടെ മോർണിംഗ് ക്ലെൻസർ സ്കിപ്പ് ചെയ്തു. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കോൺട്രവേഴ്സി ആയിട്ട് തോന്നും. അതെന്താ, ഫേസ് വാഷ് ചെയ്യാൻ പറയുന്നതല്ലേ, എപ്പോഴും പിന്നെ എന്താ ഫേസ് വാഷ് ചെയ്യേണ്ടെന്ന് പറയുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ നോർമൽ ഡ്രൈ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഫേസ് വാഷ് ചെയ്ത്, പ്രത്യേകിച്ച് നമ്മൾ മോർണിംഗിലൊക്കെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിലിനെ അത് സ്ട്രിപ്പ് ഔട്ട് ചെയ്ത് കളയും. ഇത് നമ്മുടെ സ്കിന്നിനെ വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആക്കും. നമ്മളിനി എത്ര സ്കിൻ കെയർ ചെയ്താൽ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സെബേഷ്യസ് ഗ്ലാൻഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സേവം നമ്മുടെ ഫേസിന് ആവശ്യമായിട്ടുള്ള സാധനമാണ്. അപ്പൊ ഓവറായിട്ട് അത് എടുത്ത് കളയണ്ട എന്നുള്ളത് കൊണ്ടും രാവിലെ നമ്മുടെ ഫേസിൽ അധികം ഇമ്പ്യൂരിറ്റീസ് ഇല്ലാത്തത് കൊണ്ടും നമുക്ക് മോർണിംഗിൽ സ്കിൻ കെയറിൽ വേണമെങ്കിൽ ക്ലെൻസർ സ്കിപ്പ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് എക്സ്ട്രീംലി ഓയിലി സ്കിന്നാണ്, ആക്നെ പ്രോൺ സ്കിന്നാണ്, നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യാം. പക്ഷെ ഭയങ്കര ഓയിലി സ്കിന്നാണ്, രാവിലെ എണീക്കുമ്പോൾ ഫേസിൽ എക്സ്ട്രീംലി ഓയിൽനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ഫേസ് വാഷിന് ആവശ്യമുള്ളൂ. പിന്നെ എല്ലാവർക്കും ഈ ടിപ്പ് വർക്ക് ചെയ്യണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 വീക്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ലിറ്ററലി ആ വിസിബിൾ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് 2 വീക്സ് യൂസ് ചെയ്തിട്ടും ഇല്ല എനിക്ക് ഫേസ് വാഷ് വേണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു ജെന്റിൽ ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം എപ്പോഴായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫേസ് വാഷ് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്നത് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിനാണ്. ഒന്ന് നമ്മുടെ ഫേസിലെ ഇമ്പ്യൂരിറ്റീസ് കളയാൻ, രണ്ട് നമ്മുടെ ഫേസിലെ സെബേഷ്യസ് ഗ്ലാൻഡിന്റെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. ഇതിൽ മോർണിംഗിൽ നമുക്ക് അധികം അഴുക്കില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡ്രൈ സ്കിൻകാർക്ക് നോർമൽ സ്കിൻകാരെടുത്ത് വെക്കുക ഫേസ് വാഷ് സ്കിപ്പ് ചെയ്തോളാൻ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഡ്രൂളിംഗ് എഫക്റ്റ് ഉണ്ട്, അതായത് രാത്രി ഉറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ചില ആൾക്കാർക്ക് സലൈവ ഫേസിൽ വരുന്നതായിട്ടുണ്ടെങ്കിലും നിങ്ങൾ രാത്രി ഒരുപാട് വിയർക്കുന്ന ആൾക്കാർ, ഫാൻ ഇട്ടാലും വിയർക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ഇഷ്യൂസ് ഒന്നുമില്ല. അല്ല നോർമൽ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. രണ്ടാമത്തെ ടിപ്പാണ് നിങ്ങളുടെ ഫിസിക്കൽ എക്സ്ഫോളിയേറ്റിംഗ് സാധനങ്ങൾ അവോയ്ഡ് ചെയ്യുക, പ്രത്യേകിച്ച് ഫിസിക്കൽ സ്ക്രബുകൾ. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഫേസിൽ ഗ്ലോ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ കെയർ പ്രൊഡക്ട്സ്, മേക്കപ്പ് ഒക്കെ പ്രോപ്പറായിട്ട് അകത്തോട്ട് ഇറങ്ങണമെങ്കിൽ, മേക്കപ്പ് നന്നായിട്ട് ഫേസിൽ സിറ്റ് ഡൗൺ ചെയ്യണമെങ്കിലും ഒക്കെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ്റെ ആവശ്യമില്ല. മൈൽഡ് ആയിട്ടുള്ള ജെന്റിൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസികൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. സ്കിന്നിന് അധികം പണിയൊന്നും തരാത്ത സാധനങ്ങൾ ഒരുപാട് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ ഫിസിക്കൽ എക്സ്ഫോളിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്ക്രബുകളിൽ ആ പാർട്ടിക്കിൾസ് എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള പോളിഷ്ഡ് എമൗണ്ട് ഓഫ് ബീഡ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഈ ബോഡി വാഷസ് യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ബീഡ്സ് ഉണ്ടാവാറുണ്ടല്ലോ ചില ബോഡി വാഷ്. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മൾ ഡീകൺസ്ട്രക്റ്റിനൊക്കെ ബോഡി വാഷ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു സംഭവം ഉണ്ടാവും, എന്താ പറയുക, ആ ഒരു ചെറിയ ചെറിയ ബീഡ്സ് ഉണ്ടാവും. ഈ ബീഡ്സ് ഫൈനാണ്, അധികം നമ്മുടെ സ്കിൻ ഹാർഷ് അല്ലാത്ത സാധനമാണ്. പക്ഷെ നമ്മുടെ സ്ക്രബിലോട്ട് വരുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു തരി സാധനം കുറച്ചും കൂടെ ഡ്രൈ ആയിട്ടുള്ളതും അതിന്റെ എന്താ പറയുന്ന ആ ഒരു പൊടി എപ്പോഴും കറക്റ്റ് ആയിട്ട് പോളിഷ്ഡ് ആയിരിക്കണം എന്നില്ല. അപ്പൊ അത് ചിലപ്പോൾ ഷാർപ്പ് ഷേപ്പിലായിട്ട് ഉണ്ടാവുന്നത്. അപ്പൊ അത് നമ്മൾ ഫേസിലിട്ട് ഒരുപാട് ഉരയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ മൈക്രോ ബ്ലീഡിങ് ഉണ്ടാവും, അതായത് അല്ലെങ്കിൽ മൈക്രോ സ്കാറിങ് ഉണ്ടാവും, നമ്മൾ പോലെ അറിയുന്ന ചെറിയ ചെറിയ പാടുകൾ ഉണ്ടാവും. ഈ പാടുകൾ വരുമ്പോഴത്തേക്കും നമുക്ക് ഫ്യൂച്ചർ ഹൈപ്പർ പിഗ്മെന്റേഷൻ അതല്ലെങ്കിൽ നമുക്ക് സ്മൂത്ത് ക്ലിയർ സ്കിൻ ഒന്നും കിട്ടാനായിട്ട് പോണില്ല. എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ള കാര്യം, കാരണം അറിഞ്ഞുകൂടാതിരുന്ന സമയത്ത് ഞാൻ ഫിസിക്കൽ സ്ക്രബുകൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫലം സ്റ്റിൽ നൗ ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫിസിക്കൽ സ്ക്രബ് നമുക്ക് 2024 തന്നെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. പക്ഷെ 2025 നിങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചെയ്യാം. നമുക്ക് കംപ്ലീറ്റ്ലി ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ നമ്മൾ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ കൾച്ചറിൽ നമുക്ക് കളയാൻ പറ്റത്തില്ല. ഈ പാക്കുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഈ കടലമാവ്, അരിപ്പൊടി മാവിന്റെ പാക്കുകളൊക്കെ ഉപയോഗിക്കും. അതിനകത്ത് അവിടെ നമുക്കൊരു ചെറിയ രീതിയിൽ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നമ്മൾ ഫിസിക്കൽ എക്സ്ഫോളിയേഷൻ കളയുന്നു എന്നും പറയാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ കംപ്ലീറ്റ്ലി കളയുന്നത് വളരെ നന്നായിരിക്കും. മൂന്നാമത്തെ ടിപ്പ്, നമ്മുടെ ഫേസിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരിക്കും, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരിക്കും, ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ടായിരിക്കും, ഡൾനെസ് ഉണ്ടായിരിക്കും.
അപ്പൊ നമ്മൾ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് ഫോക്കസ് ചെയ്യാതെ ഏറ്റവും മേജർ ഇഷ്യൂ ഏതാണ് അതിനെ ഫോക്കസ് ചെയ്തിട്ട് സെറം സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പൊ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന മെയിൻ ഇഷ്യൂ ചിലപ്പോൾ അവരുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസിലോട്ട് ഫോക്കസ് ചെയ്യാം. ആൽഫാർബിറ്റിൻ, അസലിക് ആസിഡ്, കോജിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള സിറംസ്, ക്രീംസ് അങ്ങനെയുള്ള സാധനം, അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡ് ഇങ്ങനത്തെ സാധനങ്ങളോട്ട് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് നമുക്ക് AHAs അതായത് ഗ്ലൈക്കോളിക് ആസിഡ് പോലെയുള്ള സാധനമോ ലാക്ടിക് ആസിഡ് പോലെയുള്ള സാധനമോ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ പിഗ്മെന്റേഷൻ മാറും. അതല്ല നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, ആക്നെ പ്രോൺ, ഓയിലി സ്കിന്നാണ് നിങ്ങളുടെ മേജർ ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലിസിലിക് ആസിഡോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. സാലിസിലിക് ആസിഡ് നമ്മുടെ വൈറ്റ് ഹെഡ്സിനെയും ബ്ലാക്ക് ഹെഡ്സിനെയും ഒക്കെ കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതല്ല നിങ്ങൾക്ക് ഓപ്പൺ പോസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഓപ്പൺ പോഴ്സും ഉണ്ട്, അതുപോലെ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഒരു ഒറ്റ പെർട്ടിക്കുലർ സെറം മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 24 ഏജ് പോവാണെങ്കിൽ റെറ്റിനോളിലോട്ട് ഫോക്കസ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും മേജർ ഇഷ്യൂ ഏതാണോ അതിനകത്തോട്ട് ഫോക്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഡൾ സ്കിൻ ആണ് എന്ന് തോന്നി ഒരു ബ്രൈറ്റ്നപ്പ് ഒക്കെയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വിറ്റാമിൻ സിയിലോട്ട് ഫോക്കസ് ചെയ്യാം. പിന്നെ അതല്ല നിങ്ങൾക്ക് ഓവറോൾ ഒരു ചേഞ്ച് സ്കിന്ന് മതി എന്നുണ്ടെങ്കിൽ ഇതുവരെ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ ബേസിക് സ്കിൻ കെയറിലോട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇഷ്യൂസ് മാറും. എപ്പോഴും ശ്രദ്ധിക്കണം നമ്മുടെ സ്കിന്നിന്റെ മേജർ ഇഷ്യൂ ഏതാണ് അതിൽ ഫോക്കസ് ചെയ്യുക, അത് മാറ്റിയിട്ട് മറ്റുള്ളതിലോട്ട് പോവാം. പ്രത്യേകിച്ച് പിമ്പിൾസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പിമ്പിൾസ് മാറാനായിട്ട് പിമ്പിൾസിന്റെ ക്രീം യൂസ് ചെയ്യും. അതിന്റെ കൂടെ വിറ്റാമിൻ സി ബ്രൈറ്റ്നിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഉണ്ടാവുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് വിറ്റാമിൻ സി സ്കിന്നിൽ ചെറിയ രീതിയിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ്. കാരണം അത് പ്രോപ്പറായിട്ട് സ്കിന്നിന് നല്ലതാണ്, പക്ഷെ നമ്മൾ ഡാമേജ്ഡ് ആയിരിക്കുന്ന സ്കിൻ ബാരിയറിന് അത് നല്ലതാവണം എന്നില്ല. അപ്പൊ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ വിറ്റാമിൻ സിയുടെ യൂസ് ചെയ്താൽ അതൊരിക്കലും ഫലിക്കാനായിട്ട് പോണില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യരുത്, അതിന്റെ കൂടെ ഇത് യൂസ് ചെയ്യരുതെന്ന് പറയും. അതിന്റെ റീസൺ തന്നെ നമ്മുടെ സ്കിന്നിന് എല്ലാം കൂടെ ഒരുമിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും പ്രോപ്പർ റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ ഒറ്റ കാര്യത്തിൽ ഒറ്റ ഗോൾ സെറ്റ് ചെയ്യുക, അതിന് മാറ്റുക, എന്നിട്ട് അടുത്തതിലോട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് വരിക. നിങ്ങൾ അതിന് ആദ്യം ഫേസ് ഒരു അനലൈസ് ചെയ്യുക, എന്താണ് എന്റെ ഫേസിനെ എന്നെ ഏറ്റവും കൺസേൺ ആക്കുന്നത് എന്താണ്, അത് ഫോക്കസ് ചെയ്യുക, അത് മാറ്റുക. എന്നിട്ട് അത് മാറുമ്പോൾ തന്നെ ചിലപ്പോൾ അതിന്റെ കൂടെ തന്നെ മറ്റുള്ള ഇഷ്യൂസ് പതുക്കെ മാറി തുടങ്ങാനായിട്ട് പോകും. അപ്പൊ നിങ്ങളുടെ മെയിൻ കൺസേണിലോട്ട് ഫോക്കസ് ചെയ്ത് സെറത്തില് ഫോക്കസ് ചെയ്യുക. അതല്ലാണ്ട് എല്ലാത്തിനും കൂടെ പണിയെടുക്കാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒന്നിനും റിസൾട്ട് കിട്ടാതെയാവും. നാലാമത്തത് നമ്മൾ ലാസ്റ്റ് ഇയറിലൊക്കെ പറഞ്ഞൊരു ടിപ്പ് തന്നെയാണ്, നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്തു ആ മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനും എൻവയോൺമെന്റിനും ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആവാനായിട്ട് ശ്രദ്ധിക്കുക. കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് നമ്മുടെ ഹെറിഡിറ്റി മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, നമ്മുടെ എൻവയോൺമെന്റ് ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങൾ ഇപ്പോൾ ഒരു ഭയങ്കര ചൂടുള്ള സമയത്ത് നിൽക്കുകയാണ് എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കേരളത്തിന്റെ അവസ്ഥ എന്നാൽ നിങ്ങൾക്ക് വിയർപ്പും ഒരു ഓയിൽനെസ്സും ഒക്കെ ഫേസിൽ ഫീൽ ചെയ്യും. ആ സമയത്ത് നമ്മൾ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിരുന്നപ്പോൾ നമ്മൾ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫലിക്കില്ല. കാരണം നമ്മുടെ ഫേസിൽ ഒന്നും കൂടി കുഴ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അതേസമയം നിങ്ങൾ കുറച്ച് വിന്റേഴ്സ് ഉള്ള സമയത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഈ ഒരു മന്തിൽ യൂസ് ചെയ്ത മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ ഫലിക്കണമെന്നില്ല. കുറച്ചും കൂടെ തിക്കായിട്ടുള്ള മോയ്സ്ചറൈസറിലോട്ട് പോവാം. അങ്ങനെ ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മുടെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് നമ്മുടെ ഫേസ് സ്കിന്നിന്റെ ടൈപ്പ് മാറും. എന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറയും എന്നത് ഓയിലി കോമ്പിനേഷൻ ആയിരിക്കും ചില സമയത്ത്, ചിലപ്പോൾ അത് നോർമലിലോട്ട് പോകും. ഇപ്പൊ പ്രസന്റ്ലി എന്റെ സ്കിൻ വീണ്ടും ഓയിലി കോമ്പിനേഷനിലോട്ട് വന്നിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഞാൻ നേരത്തെ യൂസ് ചെയ്തിരുന്ന മോയ്സ്ചറൈസറിൽ നിന്ന് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല, കുറച്ച് ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആയിരുന്നു. എന്നാലും എന്റെ റൊട്ടീൻ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. ഞാൻ നേരത്തെക്കാളും കുറച്ചും കൂടെ എന്റെ സാലിസിലിക് ആസിഡിന്റെ യൂസ് കുറച്ച് കൂട്ടേണ്ടി വരും ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മുടെ മോയ്സ്ചറൈസറും ഒന്ന് ചേഞ്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ക്ലൈമറ്റിനനുസരിച്ച്. നമ്മൾ 12 മന്ത്സും നമുക്ക് ഒരേ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ക്ലൈമറ്റിനനുസരിച്ച് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ചേഞ്ച് ആവുന്ന ആൾക്കാരാണ് മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്ക് മേജർ ചേഞ്ചസ് കാണാനുണ്ട്, ചാൻസ് ഉണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങളുടെ മോയ്സ്ചറൈസറും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം നമ്മുടെ മോയ്സ്ചറൈസർ തരത്തില്ല. അതുകൊണ്ടാണ്. അഞ്ചാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നിങ്ങളൊരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റ് നിങ്ങൾ സ്കിൻ കെയറിലോട്ട് ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് അതിന്റെ എല്ലാ സാധനങ്ങളോടും വാങ്ങി യൂസ് ചെയ്യണം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓയിലി സ്കിൻകാർ സാലിസിലിക് ആസിഡ് നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് വാഷ് സാലിസിലിക് ആസിഡ്, സിറം സാലിസിലിക് ആസിഡ്, മോയ്സ്ചറൈസർ സാലിസിലിക് ആസിഡ്, സൺസ്ക്രീൻ കിട്ടിയാൽ അത് സാലിസിലിക് ആസിഡ് ആയിരിക്കും. അതല്ല നിങ്ങൾക്ക് ബ്രൈറ്റ്നസ് വേണ്ടി വിറ്റാമിൻ സി വേണമെന്ന് വെച്ചാൽ വിറ്റാമിൻ സി ഫേസ് വാഷ്, വിറ്റാമിൻ സി സോണർ, വിറ്റാമിൻ സി മോയ്സ്ചറൈസർ, വിറ്റാമിൻ സി സൺസ്ക്രീൻ. വെച്ചാൽ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാതെ അത് ഒറ്റ ഒരെണ്ണം മതി. ഇപ്പൊ നിങ്ങൾക്ക് ഹൈൽഡ്രോണിക് ആസിഡ് വേണം, ഹൈൽഡ്രോണിക് ആസിഡ് സിറം യൂസ് ചെയ്യും മതി. രണ്ടെണ്ണം ആ ഹൈൽഡ്രോണിക് ആസിഡിന്റെ മോയ്സ്ചറൈസറും കൂടെ വാങ്ങിച്ചാൽ ഓക്കെ ഫൈൻ പോട്ടെ എന്ന് പറയാം. അതല്ലാണ്ട് അതിന്റെ ഫേസ് വാഷ്, അതിന്റെ മോയ്സ്ചറൈസർ, ആ ഫുൾ പ്രോട്ടീൻ അങ്ങനെ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതെന്ന് വെച്ചാൽ നമുക്ക് മിക്സ് മാച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം.
എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ ഇൻഗ്രീഡിയന്റ് ആ ഇൻഗ്രീഡിയന്റിനോട് വർക്ക് ചെയ്യൂ എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വിറ്റാമിൻസ് യൂസ് ചെയ്യും, നമുക്കറിയാം നിയാസിനമൈഡ് യൂസ് ചെയ്യാം, കോജിക് ആസിഡ് യൂസ് ചെയ്യാം, ആൽഫാർബിറ്റിൻ യൂസ് ചെയ്യാം, ട്രാനെക്സാമിക് ആസിഡ് യൂസ് ചെയ്യാം, ഹൈൽഡ്രോണിക് ആസിഡ് യൂസ് ചെയ്യാം. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വിറ്റാമിൻസ് യൂസ് ചെയ്യാൻ പാടില്ല, സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ല, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ല, ലാക്ടിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ല, വെനലിക് ആസിഡ് യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി എല്ലാ സാധനങ്ങളും നിയാസിനമൈഡ് തൊട്ട് ട്രാനെക്സാമിക് ആസിഡ് വരെയുള്ള ബാക്കി എല്ലാ സാധനങ്ങളും യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ഗ്ലൈക്കോളിക് ആസിഡ് പൊക്കി ഇവിടെ വെച്ചിട്ട് ഇവിടുത്തെ റെറ്റിനോൾ എടുത്ത് അങ്ങോട്ട് വെച്ചാൽ മതി. വിറ്റാമിൻ സി അത്രയും സാധനങ്ങൾ യൂസ് ചെയ്യാൻ പാടില്ല. ബാക്കി നമ്മുടെ കോജിക് ആസിഡ് തൊട്ട് ട്രാനെക്സാമിക് ആസിഡ് നയാസിനമൈഡ് വരെയുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്യും. അങ്ങനെ മാത്രമല്ല, ആ ഒരു ചാർട്ട് നമ്മൾ നേരത്തെയും പല വീഡിയോസിലും പറഞ്ഞു, ആ ഒരു ചാർട്ട് മനസ്സിൽ വെച്ചിട്ട് അത് മാത്രം ഒന്ന് ഇൻകോപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. അതല്ലാതെ ഈ എല്ലാ വിറ്റാമിൻസിന്റെ എല്ലാ സാധനവും കൂടെ വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടില്ല. ഓവറായിട്ട് ഈ ഇൻഗ്രീഡിയൻസിന്റെ കോൺസെൻട്രേഷൻ നമ്മുടെ സ്കിന്നിലോട്ട് പോകും, നമുക്ക് ആവശ്യമില്ലാത്ത സ്കിൻ ഇറിറ്റേഷൻസ് വരാനൊക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഇൻഗ്രീഡിയന്റിനോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ സ്കിൻ കൺസേൺ അനുസരിച്ചിട്ട് അത് ഏതാണോ നിങ്ങൾക്ക് ഇൻഗ്രീഡിയന്റ് അതിന്റെ കറക്റ്റ് ക്വാണ്ടിറ്റിയുള്ള ഒരു സിറം വാങ്ങിക്കുക, യൂസ് ചെയ്യാം. ബാക്കി മോയിസ്ചറൈസേഴ്സ്, ഹൈഡ്രേഷന് വേണ്ടി മോയിസ്ചറൈസർ വേണം, അപ്പൊ ഹൈഡ്രേറ്റീവ് മോയിസ്ചറൈസേഴ്സിലോട്ട് പോവാം. അതല്ല നിങ്ങൾക്ക് ഒരു ടോണർ വേണമെങ്കിൽ, ഇപ്പം എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉണ്ട്, അപ്പൊ നിങ്ങൾക്കൊരു മെയിൻ ആയിട്ടുള്ള നിങ്ങൾ നോക്കേണ്ട ഇൻഗ്രീഡിയന്റ് കോജിക് ആസിഡോ ട്രാനെക്സാമിക് ആസിഡോ ആൽഫാർബിറ്റിനോ അങ്ങനത്തെ എന്തെങ്കിലും വയ്ക്കാം. അപ്പൊ അത് ഏതാണോ നിങ്ങൾ പിക്ക് ചെയ്ത് അത് വെക്കാം. എന്നിട്ട് നിങ്ങളുടെ ഫേസ് വാഷ് ജെന്റിൽ ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള ഫേസ് വാഷ് സെലക്ട് ചെയ്യാം. ടോണർ വേണമെങ്കിൽ നിങ്ങൾക്ക് നാച്ചുറൽ ടോണർ ഫിക്സ് ചെയ്യാം. മോയിസ്ചറൈസറിലോട്ടോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള മോയിസ്ചറൈസർ യൂസ് ചെയ്യാം. അത് കോജിക് ആസിഡിൽ തന്നെ മോയിസ്ചറൈസർ വേണമെന്നില്ല, വിറ്റാമിൻ സിയുടെ മോയിസ്ചറൈസർ യൂസ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബെനിഫിറ്റ് ആവും. ഒരുപാട് കോൺസെൻട്രേഷൻ സ്കിന്നിൽ കൊടുക്കുന്നേക്കാളും പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ കൊടുക്കുക. എന്നിട്ട് ബാക്കി സാധനങ്ങൾ അതനുസരിച്ചിട്ട് ബാലൻസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ബേസിക്കലി പറയാൻ സ്കിൻ കെയർ എപ്പോഴും ബാലൻസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു പെർട്ടിക്കുലർ സാധനത്തിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോഴത്തെ ബാലൻസ് ഇല്ലാത്ത അതായി പോകും. അതാണ് പറഞ്ഞത്. അടുത്തത്, നിങ്ങൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ എപ്പോൾ ചെയ്യണം എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ 2 മണിക്കൂർ മുന്നേ ചെയ്യും. മിനിമം അങ്ങനെ മതി. പക്ഷേ മാക്സിമം നിങ്ങൾ എത്രത്തോളം നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നേരത്തെ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. കാരണം അത്രയും സമയം നമ്മുടെ ആക്ടീവ്സിന് ഫേസിൽ നിൽക്കാനുള്ള സമയം കിട്ടും. അപ്പൊ നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്താൽ നമുക്ക് എത്രത്തോളം ഡ്യൂറേഷൻ അത് നമ്മുടെ സ്കിന്നിൽ നിൽക്കാനുള്ള ഗ്യാപ്പ് കിട്ടും. പക്ഷെ നൈറ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ പ്രോപ്പർ 3 hour ഗ്യാപ്പിൽ ഉറങ്ങുന്നതിന് കുറച്ച് മുന്നേയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ കിടക്കുമ്പോൾ ഈ സാധനങ്ങൾ നമ്മുടെ പില്ലോയിലോട്ടായിരിക്കും പോകണം, നമ്മുടെ സ്കിന്നിന് വർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ എത്രത്തോളം നേരത്തെ, പുറത്തും നിങ്ങൾ ഈ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കുളിക്കുമ്പോൾ തന്നെ അങ്ങ് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്കൊന്ന് ശ്രദ്ധിക്കുക, അധികം ബ്രഷ് രാത്രിത്തെ ഡിന്നർ കഴിഞ്ഞ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസിൽ അധികം പത പോവാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. അപ്പം ആ ഒരു നമ്മൾ പറയത്തില്ല പത വന്നിട്ട് ഇവിടെ വരുന്ന ആ ഒരു കുരു വരാതിരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതല്ല നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ഹാബിറ്റ് നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ബ്രഷ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈകിട്ട് നിങ്ങൾ വന്നിട്ട് ഫ്രഷ് ആകുമ്പോൾ തന്നെ നിങ്ങൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരും. പിന്നെ ശ്രദ്ധിക്കുക, 5 മണിക്ക് ശേഷം 6 മണിക്ക് ശേഷമൊക്കെ ഇത് ചെയ്യാൻ പാടില്ല. കാരണം 5 മണിക്ക് ആരും റെറ്റിനോൾ ഒന്നും എടുത്ത് ഫേസിൽ ഇടുന്നത്, ഒരു 6 മണിക്ക് ശേഷമൊക്കെ ഇത് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ പറയത്തില്ല വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ, നമ്മൾ വൈകിട്ട് നിസ്കരിക്കുന്നതിന് കുരിശൊരിക്കുന്നതിനൊക്കെ മുന്നേ ഫ്രഷ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആ സമയത്തിന് നിങ്ങൾ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ അപ്പ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നൈറ്റിൽ ബ്രഷ് ചെയ്തിട്ട് കിടക്കും, ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ബ്രഷ് ചെയ്യില്ല. അപ്പൊ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ കെയർ നൈറ്റ് ടൈം സ്കിൻ കെയർ റൂട്ടീൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആവും. കാരണം ഞാൻ എപ്പോഴും പറയത്തില്ല, മോർണിംഗ് നമ്മൾ പ്രൊട്ടക്ഷൻ ആണെങ്കിൽ നൈറ്റിലാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്യുന്നത്. അപ്പം അത്രയും സാധനങ്ങൾ നമ്മുടെ ഫേസിൽ കുറച്ച് നേരം കൂടി ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ്. പിന്നെ പുറത്ത് പോകുന്നൊക്കെ ഉണ്ടെങ്കിൽ, അത് നമ്മൾ വീട്ടിൽ വന്നിട്ട് അന്ന് വൈകിട്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല, വന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കാരണം നൈറ്റ് ടൈം സ്കിൻ കെയർ റൊട്ടീൻ ചെയ്ത് റെറ്റിനോൾ ഇറയിട്ടിച്ച് പുറത്തോട്ട് പോകുന്നതിനേക്കാളും നല്ലത് വന്നിട്ട് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട്. 7ാമത്തെ ടിപ്പ്, ഞാൻ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ എന്താ പറയുക, ക്ലിയർ സ്കിൻ. അത് ഞാൻ ഫേസിനെ മാത്രം ഉദ്ദേശിച്ചില്ല, ബോഡിയിലും കൂടെ ഉദ്ദേശിച്ചു. നിങ്ങൾ ഫേഷ്യൽ സ്കിൻ എല്ലാവരും സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യുന്നു. എത്ര പേര് നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കും? ഞാനും അധികം ശ്രദ്ധിക്കുന്ന ആളൊന്നും ഉണ്ടായിരുന്നില്ല. സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ടാണ് ഓക്കെ ഫൈൻ ബോഡി വാഷ് യൂസ് ചെയ്യും, ചിലപ്പോൾ ബോഡി സൺസ്ക്രീൻ ഇടും, അത്രയുള്ളൂ. അതല്ലാണ്ട് പെർട്ടിക്കുലർ മോയിസ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യണം, എൻ്റെ ഈ പിഗ്മെന്റേഷന്മാരെ ഈ സിറം എൻ്റെ ബോഡിയുടെ അവിടെ യൂസ് ചെയ്യുക, അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ആളായിരുന്നു ഞാൻ. അപ്പൊ നിങ്ങളുടെ ഫേസിൽ എങ്ങനെയാണോ സ്കിൻ കെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ബോഡി റൊട്ടീനും ശ്രദ്ധിക്കാം.
ഒരുപാട് ആക്നെയുള്ള ബേക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ബേക്ക് ആക്നെയും അതിന്റെ പിഗ്മെന്റേഷൻ പൗഡറൊക്കെ തന്നെ മാറാനൊക്കെ കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേക്കിൽ പിമ്പിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ബേക്ക് ആക്നെ ഉണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷസ് യൂസ് ചെയ്യുക. അതല്ല പിഗ്മെന്റേഷൻ ആണെങ്കിൽ AHA ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യുക. ടാനിങ് റിമൂവ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് AHA ബേസ് ചെയ്തിട്ടുള്ള ബോഡി വാഷ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ മോർണിംഗും ഈവനിങ്ങും രണ്ടു നേരം കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ മോർണിംഗിൽ ജെന്റിൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ബോഡി വാഷസ് യൂസ് ചെയ്യുക. അത് നൈറ്റിൽ നിങ്ങൾ ആക്റ്റീവ്സ് അടങ്ങിയ ബോഡി വാഷസ് യൂസ് ചെയ്യുക. രണ്ടു നേരം കുളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡ്യൂറേഷൻ 10 മിനിറ്റ് ഒന്നും കുളിക്കുക, രണ്ടു നേരം കൂടി 20 മിനിറ്റ് കുളിക്കാതെ മോർണിംഗിൽ ഒരു 5 മിനിറ്റ്, വൈകിട്ട് 10 മിനിറ്റ് മാക്സിമം, അങ്ങനെയൊക്കെ ഒന്ന് ടൈം ഷെഡ്യൂൾ. എക്സ്ട്രീംലി ഹോട്ട് വാട്ടറിൽ കുളിക്കാതെ ലുക്ക് വാം വാട്ടറിലോ ടാപ്പ് വാട്ടറിലോ കുളിക്കുക. മോർണിംഗും നൈറ്റും ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡിലോ ടോണേഴ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. സൺസ്ക്രീൻ ബോഡിയിൽ ഫേസിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബോഡിയിലും ഒരിക്കലും ബോഡിയിൽ എപ്പോഴും സൺസ്ക്രീൻ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുപാട് എക്സ്പോസ് പുറത്ത് പോകുന്ന ആൾക്കാരാണ്, ഷോർട്സ് ആണ് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ, ഷോർട്ട് സ്ലീവ്സ് ഒക്കെയാണ് ഇട്ടേക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അവിടെ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ കാലില് നമ്മൾക്ക് വിണ്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. നമ്മുടെ കാല് കവർ ചെയ്ത് ഷൂസ് ഒക്കെ വിണ്ട് കയറിയുള്ള ആൾക്കാരാണെങ്കിൽ ഇടുക. അത് കാല് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മുടെ കാലിന് എൻവയോൺമെന്റിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. നന്നായിട്ട് വെള്ളം കുടിക്കുക. ഫേസിന് മാത്രമല്ല ഫുൾ ബോഡിയെയും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് നമ്മുടെ ഫേസ് പോലെ പെട്ടെന്ന് ഏജിങ് വരുന്ന സാധനമാണ് കൈ. അപ്പൊ വേണമെങ്കിലും കയ്യിലും ഹെഡ്റോൾസ് ഒക്കെ യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വീക്കിലി ബോഡി എന്തായാലും എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഫേസിനേക്കാളും പെട്ടെന്ന് ഡെഡ് സ്കിൻ വരുന്നത് ബോഡിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീക്കിലി വൺസ് ബോഡി എക്സ്ഫോളിയേറ്റ് ചെയ്യാം. ബോഡിയിലാണെങ്കിൽ നമുക്ക് ഫിസിക്കൽ എക്സ്ഫോളിയേഷൻസ് യൂസ് ചെയ്യാം. അപ്പൊ ഫേസിന് എത്രത്തോളം ശ്രദ്ധ കൊടുക്കുന്നു അത്രത്തോളം ശ്രദ്ധ ബോഡിയിലും കൂടെ കൊടുത്താൽ നമുക്ക് കംപ്ലീറ്റ്ലി ബോഡിയിൽ ക്ലിയർ സ്കിൻ കിട്ടാനായിട്ട് പറ്റത്തും. 8ാമത്തെ ടിപ്പ് നമ്മൾ എപ്പോഴും പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ സൈക്ലിംഗ്. അതായത് നമ്മൾ ഡെയിലി എന്തൊക്കെ ഫേസിൽ ഇട്ടു എന്നുള്ളതല്ല, ഒരു വീക്കിൽ ഫേസിൽ എന്തൊക്കെ ഇട്ടു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വീക്കിലി റുട്ടീനാണ് എപ്പോഴും ഫേസിൽ ചെയ്യാം. എക്സ്ഫോളിയേഷൻ നടത്തിയിട്ടുണ്ടോ വീക്കിലി? അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെറ്റിനോൾ ഈ വീക്കിൽ 2 പ്രാവശ്യം യൂസ് ചെയ്തോ? വിറ്റാമിൻ സി നമുക്ക് വീക്കിൽ എത്ര ദിവസം റെറ്റിനോൾ യൂസ് ചെയ്ത ദിവസങ്ങളൊക്കെ നമുക്ക് വിറ്റാമിൻ സി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? മോർണിംഗിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം, നൈറ്റിൽ അല്ലാത്തത് യൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണ്, നിങ്ങൾ സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വീക്കിലി വൺസ് സാലിസിലിക് ആസിഡ് സെറം യൂസ് ചെയ്തോ. പിഗ്മെന്റേഷൻ ഉണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് സെറം വീക്കിലി യൂസ് ചെയ്തോ. അങ്ങനെ ചിന്തിക്കാം. അതല്ല ഡെയിലി ഞാൻ ഇതൊക്കെ ചെയ്തു എന്നിട്ടും റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം ഡെയിലി നമ്മളിങ്ങനെ എണീറ്റ് നടന്നിട്ട് കാര്യമില്ല, അതിന്റെ കൂടെ നമ്മൾ ലെഗ് വർക്കൗട്ടും ചെയ്യണം. നമ്മൾ മറ്റുള്ള കാര്യം പെർട്ടിക്കുലർ ഇഷ്യൂസിൽ ചിലപ്പോൾ നമുക്ക് വീക്കിലി ആയിരിക്കും ചെയ്യേണ്ടി വരും. അപ്പൊ എല്ലാ ആഴ്ചയും ഒരേ കാര്യം ചെയ്തിട്ട് കാര്യമില്ല. അതിന്റെ കൂടെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട വീക്കിലി റൊട്ടീനും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ പ്രോപ്പർ സ്കിൻ കെയർ ആവത്തുള്ളൂ. അപ്പൊ സ്കിൻ കെയർ റൊട്ടീൻ ഡെയിലി ഫോളോ ചെയ്ത് വീക്കിലി സ്കിൻ കെയർ റൊട്ടീൻ എപ്പോഴും മനസ്സിൽ വെക്കാം. ഈ ആഴ്ച ഞാൻ മാസ്ക് ഇട്ടോ, ഈ ആഴ്ച എന്താ പറയുക നമ്മളെ ക്ലേ മാസ്ക് യൂസ് ചെയ്ത്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സ്കിൻ കെയർ റൊട്ടീൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പൊ ഈ ആഴ്ച നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ച 2 പ്രാവശ്യം ചെയ്യണം എന്നല്ല, എപ്പോഴെങ്കിലും ഈ ആഴ്ച അത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനൊക്കെ സ്കിൻ സൈക്ലിംഗ് ചെയ്യുന്ന അങ്ങനെയാണ്. ഈ ആഴ്ച ഇങ്ങനെ ചെയ്യും, ചിലപ്പോൾ നമ്മൾ വിട്ടുപോകും. ഓക്കെ, ഇപ്പൊ രാവിലെ ആയിരിക്കും ഓർക്കുന്നത് ഈ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തിട്ടില്ല, എനിക്ക് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളത്, നൈറ്റ്ലി യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കംപ്ലീറ്റ്ലി റിസൾട്ട് കിട്ടും. അതായത് എല്ലാ ദിവസവും നമ്മൾ വിറ്റാമിൻ സി യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡെഡ് സ്കിൻ റിമൂവ് ആകാൻ പോകുന്നില്ല, നമുക്ക് സ്കിൻ ബ്രൈറ്റ്നസ് കിട്ടുന്നില്ല, കാരണം എക്സ്ഫോളിയേഷൻ നടന്നിട്ടില്ല. അപ്പൊ അതൊന്നും അങ്ങനെ ഒന്ന് സ്കിൻ സൈക്ലിംഗും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഡെയിലി സ്കിൻ കെയർ റുട്ടീൻ ഒരു 10 സ്കിൻ കെയർ സ്റ്റെപ്സിന്റെ ആവശ്യമില്ല. നമ്മളെ കൊറിയൻ 10 സ്കിൻ കെയർ റുട്ടീൻ അതൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒന്നും ആവശ്യം നമുക്കില്ല. കൊറിയൻ പ്രൊഡക്ട്സ് നല്ലതാണ്, പക്ഷെ 10 സ്റ്റെപ്പ് ഒന്നും വേണ്ട. നമുക്കൊരു 4-5 സ്റ്റെപ്പിലൊക്കെ നമുക്ക് ഒതുക്കാം. മേജർ ഇഷ്യൂസിൽ മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ആവുകയും ചെയ്യും. ഇപ്പൊ ഞാൻ മേജറായിട്ട് ചിലപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് എന്റെ പിഗ്മെന്റേഷനിലോട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ടും കൊടുക്കുന്നത് ട്രാൻഎക്സാമിക് ആസിഡിലോട്ടായിരിക്കും. പിന്നെ ഞാൻ മേജർ ഇഷ്യൂ ആയിട്ട് ഇപ്പൊ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 2 സാധനം യൂസ് ചെയ്യും. വിറ്റാമിൻ സി യൂസ് ചെയ്യും, ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ ട്രാൻഎക്സാമിക് ആസിഡ് യൂസ് ചെയ്യും. ഇത് രണ്ടുമാണ് എന്റെ മോർണിംഗിലെ മേജർ സിറംസ്. അപ്പൊ അങ്ങനെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതല്ലാണ്ട് ഒരു 6 സ്റ്റെപ്പ് മാക്സിമം, അതിനപ്പുറത്തോട്ടൊന്നും സ്റ്റെപ്പുകൾ കൂട്ടാതിരിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിന് എല്ലാം കൂടെ അബ്സോർബ് ചെയ്യാനുള്ള ഗ്യാപ്പ് കിട്ടത്തില്ല, വെറുതെ പൈസയും കളയും. ആ എമൗണ്ട് സേവ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഓരോ പ്രാവശ്യമായിട്ട് അത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യും. ഈ ഒരു 4 സ്റ്റെപ്പിന്റെ റെലവൻസ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റെപ്പിലാണ്. ലൈക്ക് ഞാൻ 8ൽ പറഞ്ഞ ആ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് 9ന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും. നമ്മൾ വീക്ക്ലി റൊട്ടീൻ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെയിലി റൊട്ടീൻ ചെറുതായിക്കൊണ്ടിരിക്കും. അപ്പൊ അത് നോക്കുക. കാരണം ഒരുപാട് സ്റ്റെപ്പ് ചെയ്തിട്ട് കാര്യമില്ല, വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ സ്കിൻ കെയർ പ്രോപ്പർ ആയിട്ട് നിൽക്കത്തുള്ളൂ. സ്കിൻ ടൈപ്പ് അനുസരിച്ചുള്ള ഫേസ് വാഷ്
അത് ടോണർ വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. നിങ്ങളുടെ മേജർ ഇഷ്യൂള്ള സിറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ 4 സ്റ്റെപ്പിൽ തീർന്നില്ലേ. ഞാൻ എപ്പോഴും പറയും ബേസിക് റൂട്ടീൻ 3 തീർക്കാം, കൺസേൺ ഉള്ളപ്പോൾ 4 സ്റ്റെപ്പിൽ തീർക്കാം, അത്രേ ഉള്ളൂ കാര്യം. അതല്ലാതെ ഈ കണ്ണിക്കണ്ട ടോണർ, എസൻസ്, ടോണർ ഇപ്പൊ വേറെ നമ്മൾ ആംബ്യൂള് കിട്ടും. അതായത് ടോണറിനേക്കാളും കുറച്ചും കൂടെ ലൈറ്റ് വെയിറ്റഡ് ആണ്, സിറത്തിനേക്കാളും കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ സ്കിന്നിൽ കുറച്ചുകൂടെ വർക്ക് ചെയ്യും ആംബ്യൂൾസ്, സത്യമാണ്. പക്ഷേ ആംബ്യൂൾസും ടോണറും എസൻസും കൂടി യൂസ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അപ്പൊ തന്നെ 3 സ്റ്റെപ്പ് എക്സ്ട്രാ അല്ലേ, അതിന്റെ ആവശ്യമില്ല. അപ്പൊ എന്താണ് നിങ്ങളുടെ മേജർ ഇഷ്യൂ അതനുസരിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. 10th സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ ചെയ്യണോ, സ്കിൻ കെയർ ഡൗട്ട് ഉണ്ടോ, അപ്പൊ എനിക്ക് സ്കിൻ കെയറിന്റെ സ്കിൻ ടൈപ്പിന് ചേരും, അങ്ങനെയൊക്കെ സംശയം ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒറ്റ സാധനം SPF, സൺ പ്രൊട്ടക്റ്റിംഗ് ഫാക്ടർ. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, എക്സ്ട്രീംലി ഓയിലി സ്കിൻ ആണെങ്കിൽ ഒരു ഫ്ലൂയിഡ് ബേസ്ഡ് ആയിട്ടുള്ള നമ്മുടെ വിഷ് കെയറിന്റെ നാസിനിമൈഡ് സൺസ്ക്രീൻ പോലെ ഒരെണ്ണം യൂസ് ചെയ്യാം. നിങ്ങളുടെ എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഫിക്സ്ഡെർമയുടെ സൺസ്ക്രീൻ യൂസ് ചെയ്യും. അങ്ങനെ ഇത് 2 പോളിൽ നിൽക്കുന്ന സൺസ്ക്രീൻ ആണ്. ഇത് ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, കുഴപ്പമില്ല. കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പ്രശ്നം ആയിക്കോട്ടെ അതിന്റെ എല്ലാ പ്രോബ്ലംസും നമുക്ക് സൺസ്ക്രീനിൽ കൂടെ ഒരു പരിധി വരെ സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. കാരണം സ്കിൻ ഡാമേജ് ഒന്നും ഉണ്ടാവാതെ സണ്ണിൽ നിന്ന് ഉണ്ടാവുന്ന ഡാമേജ് കൺട്രോൾ ചെയ്യാനായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്താൽ പറ്റും. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 3 years ഒക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് നമ്മുടെ സ്കിന്നിന് അതിന്റെ ചേഞ്ചസ് കാണാനും പറ്റും. എക്സാമ്പിൾ എന്റെ വീട്ടിൽ തന്നെയുണ്ട് എന്റെ ഹസ്ബൻഡ്. കല്യാണം കഴിയുന്നതിന് മുന്നേ സൺസ്ക്രീൻ കാണിച്ചാൽ ഓടുന്ന ആളായിരുന്നു. യൂസ് ചെയ്യാൻ പറയുമ്പോൾ തന്നെ എനിക്ക് എന്റെ ആവശ്യമില്ല. ഇപ്പൊ സൺസ്ക്രീൻ ഇല്ലാണ്ട് വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങാത്ത ആളാണ്. പുതിയ സൺസ്ക്രീൻ വാങ്ങിക്കുമ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന പോലും പുള്ളിക്കാരനാണ്. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് മാക്സിമം സൺസ്ക്രീനിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ സ്കിന്നിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ഇന്ന് സ്കിൻ കെയർ ചെയ്യാൻ മടിയാണെങ്കിൽ പോലും ഞാൻ ചെയ്യുന്ന ഒരേ ഒരു സ്റ്റെപ്പ്, ഞാൻ രാവിലെ സൺസ്ക്രീൻ എടുത്ത് മുഖത്തിടും. ഇത് ലൈക്ക് നമ്മൾ ഗേൾസ് സൺസ്ക്രീൻ, ഇപ്പൊ എനിക്ക് ഭയങ്കരമായിട്ട് എക്സ്ട്രീം പീരിയഡ് പെയിൻ വന്നാലോ അതല്ലെങ്കിൽ എനിക്ക് കുറച്ച് അലർജി ഉള്ള ആളാണ്, ഞാൻ ഭയങ്കരമായിട്ട് തുമ്മിയിട്ട് പോളിപ്സ് ചിലപ്പോൾ നമുക്ക് അലർജി ഉണ്ടാവില്ല, എക്സ്ട്രീംലി തുമ്മിയിട്ട് സ്കിൻ കെയർ പോയിട്ട് ഫുഡ് പോലും കഴിക്കാൻ വയ്യാത്ത അവസ്ഥയിലൊക്കെ നിൽക്കുന്നെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുന്നത് രാവിലെ എണീച്ച് ബ്രഷ് ചെയ്ത് സൺസ്ക്രീൻ ഇട്ടിട്ട് അതേപോലെ പോയി കിടന്നുറങ്ങും. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മോർണിംഗിൽ ഒരു സൺസ്ക്രീൻ എന്തായാലും ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്തൊക്കെ ഡൗട്ട് സ്കിൻ കെയർ വന്നാലും സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പൊ ഈ 10 ടിപ്സ് ഞാൻ പറഞ്ഞത് 2025ലേക്ക് സ്കിൻ കെയർ ചെയ്യാനായിട്ട്. ഈ 10 ടിപ്സും കൂടി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്ലിയർ സ്കിൻ 2025 തന്നെ കിട്ടാനായിട്ട് നമുക്ക് നോക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ വീഡിയോസ് വേണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേയും സൺഡേസിലും വരുന്നത് ഇറ്റ്സ് ലക്ഷ്മി സൈനിങ് ഓഫ്.